ഹായ് ഓൾ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ അസിസ്റ്റന്റ് പ്രൊഫസർ എക്സാമിനേഷൻ ഇലക്ട്രിക്കലിന്റെ അസിസ്റ്റന്റ് പ്രൊഫസർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലേക്കുള്ളതാണ്. കോളേജുകളിലേക്ക് GCE എഞ്ചിനീയറിംഗ് കോളേജിലേക്കുള്ള നമ്മുടെ ഈ പറഞ്ഞ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലേക്കുള്ള എക്സാമാണ് കഴിഞ്ഞത്. അത് ഭയങ്കര ടഫായിരുന്നു ഇലക്ട്രിക്കലിന്റെ. അപ്പൊ അതിനെക്കുറിച്ച് നമുക്കൊന്ന് ചർച്ച ചെയ്ത് കളയാം. ഓരോ ക്വസ്റ്റ്യൻ 1 by 1 ആയിട്ട് നമുക്കൊന്ന് ചർച്ച ചെയ്ത് കളയാം. അപ്പൊ ഇന്നിപ്പോ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നെറ്റ്വർക്കാണ്. ഓക്കെ അല്ലേ? അപ്പൊ ആദ്യത്തെ നമ്മൾ ക്വസ്റ്റ്യൻ എടുത്തേക്കുന്നത് ക്രിഷോഫ്സ് വോൾട്ടേജ് ലോ സ്റ്റേറ്റ് ദാറ്റ് ദി ആൾജിബ്രൈക് സം ഓഫ് ഓൾ ദി വോൾട്ടേജ് അക്രോസ് എ ക്ലോസ് ലൂപ്പ് നെറ്റ്വർക്ക് ഈസ് 0. ശരിയാണ്. എന്നാൽ നെക്സ്റ്റ് പറഞ്ഞേക്കുന്നത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ചാർജ് KCL ആണ്. ക്രിഷോഫ്സ് കറണ്ട് ലോ ആണ്, വോൾട്ടേജ് ലോ അല്ല. അപ്പൊ അതുകൊണ്ട് ബോത്ത് എ ആൻഡ് ആർ വോൾട്ടേജ് ലോ. അപ്പൊ ഇത് തെറ്റാണ് പറഞ്ഞു വരുന്നത്. വോൾട്ടേജ് ലോ അല്ല. A is true, R is false. അപ്പൊ ഇതാണ് ശരിക്കും ആൻസർ വരുന്നത്. ക്ലിയർ ആണെന്ന് പറഞ്ഞു. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്, നമ്മുടെ ഇതിന് പറ്റിയ ക്വസ്റ്റ്യൻ തന്നെയാണ്. എന്നാൽ ഈ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 12 ഇൻഡക്ടേഴ്സ് ആണ് പറയുന്നത്. എവിടെ എങ്ങനെ ഇരിക്കുന്നു? നമ്മൾ ഈ പറയുന്ന ഒരു ക്യൂബായിട്ടിരിക്കുന്ന അവിടെ പറയും. ഇങ്ങനെ ഇരിക്കുന്നു. ഡയഗണലിയാണ് ഈ പറഞ്ഞ ഔട്ട്പുട്ട് എടുത്തിരിക്കുന്നത്. ഇവിടെ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇൻഡക്ടർ കൺസിഡർ ചെയ്യുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, മ്യൂച്വൽ ഇൻഡക്റ്റൻസ് അവർ പറഞ്ഞിട്ടില്ല, നമ്മൾ എന്ത് ചെയ്തേക്കുന്നു, നെഗ്ലക്ട് ചെയ്തിട്ടുണ്ട്. ടോട്ടൽ സെൽഫ് ഇൻഡക്റ്റൻസ് മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ഓക്കെ അല്ലേ? ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു കാര്യം പറയേണ്ടതുണ്ട്. നമ്മൾ കൊടുത്തിരിക്കുന്ന വേവ് ഫോം AC ആണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇൻഡക്റ്റൻസ് വരുമ്പോൾ തന്നെ അറിയാം AC ആണ്. പക്ഷെ അതൊന്നും നമ്മളിപ്പോൾ ഇവിടെ മൈൻഡ് ചെയ്യേണ്ട. ആസ് ഒരു റെസിസ്റ്റൻസ് എന്നുള്ള കേസിൽ ഇൻഡക്ടറിനെ കൺസിഡർ 6H നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുമോ? കാരണം AC വരുന്ന സമയത്ത് നമുക്ക് L ഒമേഗയാവും റിയാക്റ്റൻസ് എന്ന് പറയുന്നത്. റിയാക്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഒബ്വിയസ്ലി ഒരു റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ എന്താണ്, ഇൻഡക്ടർ ഓരോ കപ്പാസിറ്റർ ആണ് റിയാക്റ്റൻസ് എന്ന് വിളിക്കുന്നത്. അത് റെസിസ്റ്റൻസ് ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യാം. ഒമേഗ ഉണ്ടെന്ന് നമുക്ക് അസ്യൂം ചെയ്യാം ഇവിടെ. ഓക്കെ അല്ലേ? ഇതെല്ലാം നമ്മൾ അസംഷനാണ്, അല്ലെങ്കിൽ അസ്യൂം ചെയ്താലേ നമുക്ക് ഇത് ചെയ്തു തുടങ്ങാൻ പറ്റുള്ളൂ. ഓക്കെ അല്ലേ? അല്ലാതെ DC ആണെന്നോ അല്ലെങ്കിൽ ഈ പറഞ്ഞു വന്ന മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഉണ്ടെന്നൊക്കെ ഒരു കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ ഇതൊന്നും ഒരിക്കലും ആൻസർ കിട്ടില്ല. അപ്പം നമുക്ക് ഇതങ്ങ് അസ്യൂം ചെയ്യാം. ഈ പറഞ്ഞ പോലെ അസ്യൂം ദാറ്റ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് നെഗ്ലക്ട് ചെയ്തു. L ഒമേഗ എടുക്കണമെന്നുണ്ടെങ്കിൽ തന്നെ AC ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അങ്ങനെ കൊടുത്തിരിക്കുമ്പോൾ അത് റെസിസ്റ്റൻസ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഇത്രയും വരെ ക്ലിയർ ആണെങ്കിൽ നമ്മൾ ഇവിടുന്ന് പറയുന്നത് എന്താ ചോദിച്ചാൽ, നമ്മളൊരു വോൾട്ടേജ് കൊടുത്തിട്ടുണ്ട് V എന്ന്, ഇവിടുന്ന് വരുന്ന കറണ്ട് I ആണ്. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ കറണ്ട് ഇവിടെ ഡിസ്ട്രിബ്യൂട്ട് ആകുന്നത് ഈക്വലി ആയിരിക്കും. ഇതിന്റെ റീസൺ എന്താണെന്ന് ചോദിച്ചാൽ, ഇങ്ങോട്ടേക്ക് നോക്കുമ്പോൾ 3 പേരും കാണുന്നത്, അല്ലെങ്കിൽ ഈ സർക്യൂട്ട് 3ഉം കാണുന്നത് ഒരേപോലെയാണ്. അതുകൊണ്ട് ഇവിടെ കൂടെ കറണ്ട് പോകുന്ന I/3. എന്നാൽ ഇതേ കറണ്ട് വീണ്ടും ഇവിടെ ചെന്ന് കഴിയുമ്പോൾ വീണ്ടും 2 ആയിട്ട് തിരിയുന്നുണ്ട്. അത് I/6 ആവും, ഇത് I/6 ആവും. അതേപോലെ തന്നെ ഇതും ഇവിടെ വന്നിട്ട് I/6 ആവും, ഇങ്ങോട്ടൊരു I/6 ആവും. ഈ കറണ്ട് ഇവിടെ വന്നിട്ട് ഇത് I/6 ആവും, ഇത് I/6 ആവും. ഇത് വേറെ രീതി പറയാം, പൊട്ടൻഷ്യൽ കൺസെപ്റ്റ് വെച്ചാണെന്നൂടെ വേണേൽ പറയാം. ഇങ്ങനെയും പറയാം. അല്ലെങ്കിൽ നമുക്ക് നോക്കുമ്പോൾ കാണുമ്പോൾ ഒരേപോലെയാണ്, സിമെട്രിക്കൽ കൺസെപ്റ്റ്. അത് തന്നെയാണ് ഈ പറഞ്ഞു വരുന്ന ഇക്വപൊട്ടൻഷ്യൽ കൺസെപ്റ്റ്. ഓക്കെ അല്ലേ? അപ്പൊ അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇവിടെ എത്തുമ്പോഴത്തേക്കും വീണ്ടും ഈ കറണ്ടും ഇവിടുത്തെ I/6 ചേർന്ന് ഇവിടെ I/3 ആയി, ഇവിടെയും I/3 ആയി, ഇവിടെയും I/3 ആയി. ഇവിടെ എങ്ങനെ I/3 ആണെന്ന് ചോദിച്ചാൽ ഇവിടുന്ന് I/6 വരുന്നുണ്ട്, ഇവിടുന്ന് I/6, രണ്ടുകൂടെ ചേർന്ന് I/3. ക്ലിയർ ആണ്? അപ്പം നമ്മൾ ഒരു മെഷ് എടുക്കുകയാണെങ്കിൽ ഈ ഒരു മെഷ് മാത്രം എടുത്തു, ഏത് ഈ താഴത്തെ ഒരു മെഷ് മാത്രം എടുത്തു. അങ്ങനെയാണെങ്കിൽ ആദ്യം I/3, ഇതിന് ശേഷം I/6, ഇവിടെ I/3 തരും. അപ്പം നമുക്ക് V എന്ന് പറഞ്ഞ ഇക്വേഷൻ ഇങ്ങനെ എഴുതാം. V എന്ന് പറഞ്ഞാൽ നമുക്ക് ഇക്വേഷൻ എങ്ങനെ എഴുതാം? V ഇവിടെ എഴുതാം. V is equal to I/3 ഇൻറ്റു, ഇപ്പൊ L എന്ന് എഴുതാം. L ഒമേഗ എന്നുണ്ട് ആക്ച്വലി. അത് ഒമേഗ നമ്മളിപ്പം കൺസിഡർ ചെയ്യേണ്ട.
ഓക്കെ, I/3 ഇൻറ്റു എൽ പ്ലസ് I/6 ഇൻറ്റു എൽ, അല്ലെങ്കിൽ എൽ ഒമേഗ എന്ന് തന്നെ എഴുതിക്കോ, റിയാക്ടൻസ് ആയിട്ട് തന്നെ എഴുതാം. I/3 ഇൻറ്റു എൽ ഒമേഗ. ഇത് ക്ലിയർ ആണെന്ന് വിശ്വസിക്കണം. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ വീണ്ടും ഈ പറഞ്ഞ V/I എടുക്കുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? എൽ ഒമേഗ പുറത്ത് വന്നു ഇൻറ്റു 1/3 പ്ലസ് 1/6 പ്ലസ് 1/3. അതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇക്വേഷൻ എന്ത് കിട്ടും? എൽ ഒമേഗ ഇൻറ്റു 5/6 എന്ന് കിട്ടും. കാരണം ഇത് 2/6 ആയി, ഇത് 2/6 ആയി. അപ്പോൾ എല്ലാം കൂടെ ചേരുമ്പോൾ 5/6 എന്ന് കിട്ടും. അപ്പോൾ എൽ ഒമേഗയുടെ ഒമേഗ എന്ന് പറഞ്ഞ ടൈം നമുക്ക് ഒഴിവാക്കാം, കാരണം ഇക്വലന്റ് ഇൻഡക്റ്റൻസ് ആണ് ചോദിച്ചത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? എല്ലിൻ്റെ വാല്യൂ ഇപ്പം എന്തായി? 5/6 ആയി. അവിടെ എല്ലിൻ്റെ വാല്യൂ 6H എന്നാണ് തന്നേക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു കാര്യം പറയാം, ഈ പറഞ്ഞ വാല്യൂ എന്തായി? 6ഉം 6ഉം 5/6. ഇപ്പം എൽ ഇക്വലൻ്റ് എന്ന് പറഞ്ഞ വാല്യൂ ഇപ്പം 5/6 ഇൻറ്റു 6 എന്ന് പറഞ്ഞാൽ 5 ഹെൻറി എന്നാണ്. ഇത് ക്ലിയർ ആണെന്ന് വിശ്വസിക്കണം. അപ്പം ടോട്ടൽ ഈ പറഞ്ഞു വന്ന ഇതിൻ്റെ ഈ റിയാക്ടൻസ്, അല്ലെങ്കിൽ റിയാക്ടൻസ് എന്ന് പറയാൻ പറ്റില്ല, ഇൻഡക്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താന്ന് പറയാം? യഥാർത്ഥത്തിൽ പറഞ്ഞാൽ 5H ആണ്. അപ്പോൾ ആൻസർ ചെയ്തിട്ടും ബി കിട്ടും. ഇതും അത്ര എളുപ്പമുള്ള ക്വസ്റ്റൻ അല്ല. ഇത് നിങ്ങൾ നേരത്തെ ചെയ്ത് ശീലം ഉണ്ടെങ്കിൽ മാത്രമേ ഇത് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. എനിവേ അത് ഞാൻ പറയാലോ, നിങ്ങൾ യു ഹാവ് ടു സ്റ്റഡി വെരി വെൽ. അപ്പോൾ അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ അറിയേണ്ടത് തന്നെയാണ്. ഡോണ്ട് വറി. ഇത് നമുക്ക് ഓക്കെ, ഇറ്റ്സ് എ ഗുഡ് ഫോർ അവർ എക്സാമിനേഷൻ. കാരണം 90 സെക്കൻഡ് ആണുള്ളത്, എന്നാലും നമുക്കത് ഓൾമോസ്റ്റ് ചെയ്യാൻ സാധിക്കും. മൂന്നാമത്തെ കേസ് എന്താണെന്ന് ചോദിച്ചാൽ, ഇത് 0 വോൾട്ടാണ്. ഇവിടുത്തെ വോൾട്ടേജ് വി കൊടുക്കും. കറണ്ട് ത്രൂ 3 ഓം ആണ് ചോദിച്ചേക്കാം. അവിടെ നമ്മൾ പറയുകയാണെങ്കിൽ നോഡിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ V-20 ഡിവൈഡഡ് ബൈ 5 പ്ലസ് V-0 ഡിവൈഡഡ് ബൈ 3 എന്താണ്? കറണ്ട് സോഴ്സ് ആണ്, അതിൻ്റെ കറണ്ട് മാറ്റാൻ പറ്റില്ല. അതുകൊണ്ട് -5 അതുകൊണ്ട് 15 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ 3V - 60 പ്ലസ് 5V -15 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്തത്. അതുകൊണ്ട് 75 ആണ്. വരെ ഓക്കെയാണ്. അപ്പോൾ 8V = 135 വന്നു. അപ്പം V = 135/8 കിട്ടും. കറണ്ട് നമ്മൾ പറയുമ്പോൾ നമുക്ക് എന്ത് പറയാം? 135/8 × 3. അതെന്ന് പറഞ്ഞാൽ ഇതെത്ര കിട്ടും? 24. ഒരു 25 ആയിട്ട് എടുക്കുകയാണെങ്കിൽ 125 5 എന്ന് കിട്ടും. 5 പോയിന്റ് സംതിങ് കിട്ടും. ശരിയല്ലേ? ഇതിങ്ങനെയൊക്കെ ചെയ്യാൻ ശീലിച്ചില്ലെങ്കിൽ വലിയ പാടാവും. നമ്മുടെ ഈ പറഞ്ഞു വന്ന് ക്ലിയർ ആകുന്നുണ്ടോ പറഞ്ഞത്? അവിടെ കറണ്ട് വരുമ്പോഴത്തേക്കും ഈ പറഞ്ഞ വോൾട്ടേജ് ഡിവൈഡർ ബൈ 3 എടുക്കണം. അപ്പോൾ 8 × 3 എന്ന് വന്നു, 24 വന്നു. 135/24 എന്ന് പറയുന്നതിന് പകരം 135 ഡിവൈഡഡ് ബൈ 25 എന്ന് പറഞ്ഞാൽ 25 × 5 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? 125 കിട്ടും. അതിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ്, കാരണം നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ ഒന്നും തന്നെ എന്തില്ല, കാൽക്കുലേറ്റർ യൂസ് ചെയ്യാനുള്ള മാർഗ്ഗമില്ല. അപ്പോൾ ഇത്രയും സ്പീഡിൽ തന്നെ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ഇതാണ് ശരിക്കും നമ്മൾ ഇപ്പോഴത്തെ PSC എക്സാമിനേഷൻ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. യു ഹാവ് ടു റൈറ്റ് ഓൾ ദീസ് തിങ്സ് ഇൻ 19 സെക്കൻഡ്സ്. അതിനുള്ള സ്പീഡ് നിങ്ങൾ നെറ്റ്വർക്കിലൊക്കെ എത്തിയിരിക്കണം. മോസ്റ്റ് പ്രോബ്ലം ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ സ്പീഡ് എത്താത്തവർ ഈ ക്വസ്റ്റ്യൻസ് ചെയ്യാതിരിക്കുന്നതായിരിക്കും ബെറ്റർ. പക്ഷേ ഞാൻ പറഞ്ഞത് ഇതും അത്ര പാടുള്ളതൊന്നുമല്ല. ഇതും നമുക്ക് 90 സെക്കൻഡിനുള്ളിൽ ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഈവൻ ഇഫ് ഇറ്റ് ഈസ് ടേക്ക് 2 minutes, ഇറ്റ് വിൽ നോട്ട് ബി നമ്മുടെ എക്സാമിനെ ബാധിക്കുകയില്ല. കാരണം നമുക്ക് മറ്റ് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് മുമ്പേയൊക്കെ ഉള്ള ക്വസ്റ്റ്യൻസ്, ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് വിത്തിൻ ഒരു 20 to 30 seconds ചെയ്യാൻ പറ്റും. ഈ ക്വസ്റ്റ്യൻസും ഈ അറിയാമെങ്കിൽ നമുക്ക് നേരിട്ട് ഡയറക്റ്റ് ആൻസർ ഒക്കെ എഴുതാൻ പറ്റും. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ഞാൻ പറഞ്ഞു വരുമ്പോൾ ഒരു കാര്യം പറയട്ടെ, ലിറ്റിൽ ബിറ്റ് ടൈം എടുക്കും, പക്ഷെ എന്നാലും അതൊരു കുഴപ്പമില്ല. ഇതും നല്ലൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യൻ പറയാം. ഇത് കണ്ടോ, ഈ ക്വസ്റ്റ്യൻ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഗേറ്റ് ലെവൽ ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റണം എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നമുക്കത് നോക്കാം. ഫൈൻഡ് ദി മാക്സിമം ട്രാൻസ്ഫർ ദാറ്റ് ക്യാൻ ബി ട്രാൻസ്ഫർ ടു RL. ഇവിടെ RL അക്രോസ് ഉള്ളതാണ് നമ്മുടെ മാക്സിമം. ഫൈൻഡ് ദി മാക്സിമം Pmax ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ Pmaxന്റെ ഇക്വേഷൻ നമുക്കറിയാം. ഇവിടെ റെസിസ്റ്റൻസ് മാത്രം ഉള്ളതുകൊണ്ട് VTH² / 4RL. അപ്പോൾ ഈ RL എത്ര ആയിരിക്കും ചോദിച്ചാൽ RL = എന്തായിരിക്കണം? RTH എന്നായിരിക്കണം. ഇതാണ് കണ്ടീഷൻ. ഇനി അപ്പോൾ ആദ്യം എന്ത് കണ്ടുപിടിക്കണം? VTH കണ്ടുപിടിക്കണം. VTH കണ്ടുപിടിക്കണമെങ്കിൽ ഈ പറയുന്ന ഇത് ഓപ്പൺ ആണ്, അല്ലെങ്കിൽ ഈ ടെർമിനലാണ് AB.
ഇത് ഓപ്പൺ ആണ്, ഇങ്ങനെ ഒരു റെസിസ്റ്റൻസ് അവിടെ ഇല്ല. അപ്പോൾ ഇവിടെയാണ് വോൾട്ടേജ് VTH. അപ്പോൾ ആ വോൾട്ടേജ് തന്നെയാണ് ഇവിടെ VTH വരുന്നത്. കാരണം ഇത് ഓപ്പൺ സർക്യൂട്ടാണ്, ഇങ്ങോട്ടേക്ക് കറണ്ട് ഒന്നുമില്ല. അതുകൊണ്ട് ഈ പോയിന്റിലെ വോൾട്ടേജ് തന്നെയായിരിക്കും VTH ആയിരിക്കും. അപ്പം നമ്മൾ ഇനിയും ഗ്രൗണ്ട് കൊടുത്തു. VTH -10/5 ഇങ്ങോട്ടേക്കുള്ള കറണ്ട്. കാരണം ഇത് രണ്ട് ഒരൊറ്റ നോഡാണ്. അടുത്തത് -2 ആംപിയർ. കറണ്ട് സോഴ്സിന്റെ കറണ്ട് മാറ്റാൻ പറ്റില്ല, അത് -2 ആംപിയർ എന്നെത്തി. പ്ലസ് VTH -0/2 ഇങ്ങോട്ടേക്കുള്ള കറണ്ട് =0. അപ്പോൾ ഇത് 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 2 VTH -20 പ്ലസ് 20 -20 to 5 VTH =0. അതിൽ നിന്ന് നമുക്ക് 7 VTH -1480 +1480. കാരണം ഈ മൈനസ് ചേർന്ന് +40 ആയി. അപ്പോൾ നമുക്ക് എന്ത് പറയാം? VTH =40/7. ഇവിടെ വരെ ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. രണ്ടാമത്തെ കേസ് നമ്മൾ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, രണ്ടാമത്തെ കേസ് നമ്മൾ കണ്ടുപിടിക്കേണ്ട RTH കണ്ടുപിടിക്കുന്ന സമയത്ത് ഇതെന്ത് ചെയ്യും? കറണ്ട് സോഴ്സ് നമ്മൾ ഓപ്പൺ ചെയ്യും, ഇതിനെ നമ്മൾ എന്ത് ചെയ്യും? ഷോർട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഈ പറഞ്ഞ ഇതില്ല, ഈ 2 Ohm 5 Ohm പാരലാണ്. അപ്പോൾ RTH =2 parallel 5 + 3. അപ്പോൾ നമുക്ക് അത് ചെയ്യുകയാണെങ്കിൽ 10/7 + 3 എന്ന് വന്നു. അപ്പോൾ അത് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടി? 2. ഓക്കെ അല്ലേ? ഇവിടെ ഒരു 3 ഉണ്ട്, പ്ലസ് ഒരു 3 കൂടെ. കാരണം ഇവിടെ ഈ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുന്ന സമയത്ത് ഇതിന്റെ പാരൽ ഈ 3 ഈ 3 ആയിരിക്കണം. ഓക്കെ അല്ലേ? അപ്പോൾ ഇത് 6 എന്ന് വേണം എഴുതാം. അപ്പം 10/7 + 6 എന്ന് പറഞ്ഞാൽ 7 × 6 എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടി? 42 കിട്ടി. അവിടെ നിന്ന് പ്ലസ് 10 ചെയ്യുമ്പോൾ 52/7. ഇവിടെ വരെ ക്ലിയർ ആണെന്ന് വിശ്വസിക്കണം. നമുക്കറിയാം ഇതാണ് നമുക്ക് അപ്ലൈ ചെയ്യേണ്ട ഇക്വേഷൻ. അപ്പോൾ Pmax = നമുക്ക് ഇക്വേഷൻ എന്ത് എഴുതാം? 40/7 whole square / 4 × 52/7. അപ്പോൾ 40/7 whole square എന്ന് പറഞ്ഞാൽ നമുക്ക് വീണ്ടും ഒരു 40/7 എഴുതാം. ഈ 7ഉം ഈ 7ഉം ഡിവൈഡ് ചെയ്ത് പോയി. ഈ 4ഉം ഇതുകൊണ്ട് 10 കിട്ടി. ഈ പറയുന്ന 52 എന്തുകൊണ്ട് ചെയ്യാം? ഈ പറഞ്ഞ 4 ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടി. അപ്പോൾ 52 എന്തായി മാറി? 52 എന്ന് പറഞ്ഞാൽ 26 13 കിട്ടി. അപ്പോൾ നമുക്ക് വീണ്ടും 100/13 × 7 കിട്ടി. 100/13 × 7 എന്ന് പറഞ്ഞാൽ 91 വന്നു. ഏകദേശം നമുക്ക് എത്ര പറയാം? 100/91. അപ്പോൾ ഏകദേശം 1.099 വോട്ട് എന്ന് കിട്ടി. ഇത് ക്ലിയർ ആണോ? ഇതുപോലെ കാൽക്കുലേഷൻ കണ്ടുപിടിക്കാനുള്ളൊരു മനസ്സ് നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് ഞാൻ പറയുന്നു. കാരണം വേറൊന്നുമല്ല, ഈ പറയുന്ന രീതിയിൽ കാൽക്കുലേഷൻ കണ്ടുപിടിച്ചേ പറ്റുള്ളൂ നമ്മുടെ ഈ പറയുന്ന ഇങ്ങനെയുള്ള ക്വസ്റ്റ്യനുകൾ. കാരണം വേറെ മാർഗമില്ല നമുക്ക്. അപ്പം ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പം ജസ്റ്റ് റിമെമ്പർ ദാറ്റ് ഇറ്റ് വിൽ ടേക്ക് ടൈം. അത് അത്രയും കോൺഷ്യസ് ആയിട്ട് ചെയ്യാമെങ്കിൽ മാത്രമേ ചെയ്യാവുള്ളൂ. അല്ലെങ്കിൽ ആ പറയുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏറ്റവും അവസാനം നിങ്ങൾക്ക് വേറെ ക്വസ്റ്റ്യൻസ് ഒന്നും ചെയ്യാനില്ലെങ്കിൽ മാത്രമേ ഇതൊക്കെ ചെയ്യാവുള്ളൂ. ഇത്രയും ടൈം എടുക്കുന്നുണ്ട്. അതും ആ പ്രത്യേകിച്ച് Pmaxന്റെ ഇക്വേഷൻ അറിഞ്ഞിരിക്കണം. Rന്റെ RTH കണ്ടുപിടിക്കുന്ന സമയത്ത് ഓരോ റെസിസ്റ്റൻസും കൃത്യമായിട്ട് നോക്കണം. VTH കണ്ടുപിടിക്കുന്ന സമയത്ത് ഒരു കാൽക്കുലേഷനിൽ മിസ്റ്റേക്ക് ഉണ്ടാകാൻ പാടില്ല. ഞാൻ പറയുന്നത് ബെറ്റർ യു സോൾവ് ഓൾ ദി ക്വസ്റ്റ്യൻസ് ആഫ്റ്റർ ദാറ്റ് യു സോൾവ് ദിസ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്. ഓക്കെ അല്ലേ? എനിവേ ഒരു കാര്യം മനസ്സിലായി. ഈ പറയുന്ന ക്വസ്റ്റ്യനിലും വരുന്ന വാല്യൂസ് ഒക്കെ നിങ്ങൾ കാണുന്നുണ്ട്. 52/7ഉം 40/7ഉം അവസാന റിസൾട്ട് വരുമ്പം ഏകദേശം അതേപോലെയൊക്കെ വരുന്ന വാല്യൂസ് അടുത്തുണ്ട്. 1.2 വരെ അടുത്തുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എക്സാക്ട് വാല്യൂലോട്ട് ഏകദേശം പോയേ പറ്റുള്ളൂ. അപ്പോൾ കാൽക്കുലേഷൻ ഇറ്റ് വിൽ ടേക്ക് സം ടൈം. അതുകൊണ്ട് ഇങ്ങനെയുള്ള പരീക്ഷകളിൽ ആദ്യം അറിയേണ്ട ഒരു കാര്യമുണ്ട്. ഏത് ക്വസ്റ്റ്യനാണ് എലിമിനേറ്റ് ചെയ്യുക? ദാറ്റ് ഈസ് ദ ബെസ്റ്റ് മെത്തേഡ്. എലിമിനേറ്റ് ചെയ്യേണ്ട ആരെയാണെന്നുള്ള അറിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടും. അല്ലാതെ എല്ലാ ക്വസ്റ്റ്യനും ഞാൻ ചെയ്യണമെന്നൊക്കെ പറഞ്ഞു പോയാൽ പിന്നെ ഒരു കാര്യം പറയാം. നമ്മൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ കയറി കാണുമ്പോൾ നമുക്ക് മനസ്സിലാകണം ഇറ്റ് വിൽ ബി ഈസ് ഇറ്റ് എ ടഫ് ഓർ നോട്ട്. അത് മനസ്സിലാക്കാൻ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റാത്ത ഒരാൾക്ക് പരീക്ഷയിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പാടായിരിക്കും ഇന്നത്തെ കാലത്തുള്ള PSC എക്സാമിനേഷൻ. ഓക്കെ അല്ലേ? അടുത്തത്, ഇൻ എ സീരീസ് RLC സർക്യൂട്ട് ദ വോൾട്ടേജ് അക്രോസ് റെസിസ്റ്റൻസ് VR ഉണ്ട്. ഇതിന് മുകളിലോട്ട് എന്തുണ്ട്? VL ഉണ്ട്. താഴേക്കാരുണ്ട് EC. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത്
വി ആർ പ്ലസ് വി എൽ 20 വോൾട്ടാന്ന് അവർ പറഞ്ഞിട്ടുണ്ട്, 20 വോൾട്ട്. അടുത്ത വി എൽ മൈനസ് വി സി എന്ന് പറയുന്നത് 9 വോൾട്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം പറയുന്നത് ഇനി അടുത്ത പറഞ്ഞേക്കുന്നത് ടോട്ടൽ വോൾട്ടേജ്. അപ്പം വി എൽ മൈനസ് വി സി എന്ന് പറയുന്ന വാല്യൂ ഇത് പറഞ്ഞിട്ടുണ്ട്. അടുത്ത വി ഇസിക്കൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. സോഴ്സ് വോൾട്ടേജ് പറഞ്ഞേക്കുന്നത് 15 വോൾട്ട്. ഓക്കെയാണ്. അപ്പം നമ്മൾ പറഞ്ഞു വരുന്നത് വി എന്ന് പറഞ്ഞ നമുക്ക് ഇക്വേഷൻ അറിയാം, റൂട്ട് ഓഫ് വി ആർ സ്ക്വയർ പ്ലസ് വി എൽ മൈനസ് വി സി ഹോൾ സ്ക്വയർ. കാരണം ഇതിൽ നിന്ന് രണ്ടുപേരും മൈനസ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെയാണ് നമുക്ക് വി ശരിക്കും ആക്ച്വലി കിട്ടുന്നത്. ഇത് വി എൽ മൈനസ് വി സി. ഓക്കെ അല്ലേ? ഈ കേസിൽ നമ്മൾ പറഞ്ഞു വരുന്നത് വി ആറിൻ്റെ വാല്യൂ നമുക്കറിയാം എത്രയാണ്. വി ആറിൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. വി എൽ മൈനസ് വി സി നമുക്ക് 9 വോൾട്ടാണെന്നറിയാം. ഇത് എത്രയാണെന്നറിയാം, 15 വോൾട്ടാണ്. അപ്പോൾ അതുകൊണ്ട് വി ആർ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, റൂട്ട് ഓഫ് 15 സ്ക്വയർ മൈനസ് 9 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 225 മൈനസ് 81 വോൾട്ട് റൂട്ട് 144 കിട്ടും. അതെന്ന് പറഞ്ഞാൽ 12 വോൾട്ടാണ്. ഇവിടെ വരെ ക്ലിയർ ആണ്. അപ്പോൾ ആദ്യം എന്ത് കിട്ടി, വി ആർ കിട്ടി. ഇനി വി ആർ കിട്ടിയ സ്ഥിതിക്ക് 12 വോൾട്ട് കിട്ടി. അങ്ങനെയാകുമ്പോൾ നമുക്ക് എന്ത് പറയാം, ഈ പറഞ്ഞു വന്ന വിയിൽ നിന്ന് നമ്മൾ വി എൽ മൈനസ് വി സിന്ന് വി ആർ കണ്ടുപിടിച്ചു. അടുത്ത് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, വി എൽ കണ്ടുപിടിക്കാം. വി എൽ ഈക്വൽ നമുക്ക് എന്ത് പറയാം, 20 സ്ക്വയർ ഓൾ റൂട്ട് മൈനസ് 12 ഹോൾ സ്ക്വയർ. അതിൽ നിന്ന് നമുക്ക് എന്ത് പറയാം, 400 മൈനസ് 144 എന്ന് 166 കിട്ടും. ശരിയല്ലേ? 256 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാം, ഈ പറഞ്ഞു വന്ന 16 കിട്ടും. ഓക്കെയാണ്. അപ്പോൾ 16 വോൾട്ട് കിട്ടി. എന്ത്, വി എൽ കിട്ടി. അപ്പം നമുക്ക് വി എൽ മൈനസ് വി സി എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തറിയാം, 9 വോൾട്ടാണെന്നറിയാം. അതുകൊണ്ട് വി സി എത്ര ആയിരിക്കണം, 16 മൈനസ് 9 7 വോൾട്ട് എന്ന് കിട്ടും. ഇവിടെ ഒരു ഡേഞ്ചറുണ്ട്. ഇപ്പം ഇവിടെ 7 വോൾട്ട് ഉള്ളതുകൊണ്ട് ഇത് തന്നെയാണ് ആൻസർ. ഈ പറഞ്ഞ വി എൽ മൈനസ് വി സിയോ മേ ബി സം ടൈം വി സി മൈനസ് വി എല്ലോ ആകാം 9 വോൾട്ട്. അത് നമുക്ക് അറിയാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ പടം തിരിഞ്ഞായിരിക്കും വരാൻ പോകുന്നത്. ഈ കേസിൽ ഇങ്ങനെ തന്നെയാണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ആൻസർ എന്തുകൂടെ വരാം, 25 വരാം. 16 പ്ലസ് 9 ആകാം, മൈനസ് അല്ലെങ്കിൽ. അത് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇ സി ആണോ വി എൽ ആണോ കൂടുതൽ നമുക്കറിയില്ല. ആദ്യത്തെ കേസ് വെച്ച് ഇതിന് നമ്മളുടെ ഡിഫറൻസ് നമുക്ക് പറഞ്ഞിട്ടുള്ളൂ. വോൾട്ടേജ് അക്രോസ് എൽ ആൻഡ് സി ഇസ് 9 വോൾട്ട് എന്ന് പറയുള്ളൂ. അത് ചിലപ്പോൾ മേ ബി വി എൽ ആയിരിക്കാം കൂടുതൽ, ചിലപ്പോൾ വി സി ആയിരിക്കാം കൂടുതൽ. നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നീ 7 വോൾട്ട് ആയിരിക്കും, അല്ലെങ്കിൽ 25 വോൾട്ട് ആയിരിക്കും. 2 ഓപ്ഷൻ കറക്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് 25 വോൾട്ട് എന്ന ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് 7 വോൾട്ട് തന്നെയാണ് ആൻസർ. ക്ലിയറല്ലേ? ഇവിടെയും നമുക്ക് ഒരു കാര്യം പറയാം, കാൽക്കുലേഷൻ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഒരു രീതിയിലും കാൽക്കുലേഷൻ മാറാതെ ആ പടവും കൃത്യമായിട്ട് വരച്ച് അല്ലെങ്കിൽ മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യേണ്ടി വന്നാൽ മാത്രമേ ആൻസർ കിട്ടുള്ളൂ. അങ്ങനെ വരുമ്പോൾ ഒരു കാര്യം ഞാൻ പറയാം, ഇറ്റ് ഈസ് സംവാട്ട് ലൈക്ക് എ ഗേറ്റ് ലെവൽ തന്നെയാണ് ഈ എക്സാമിനേഷൻ. അത് യു ഷുഡ് നോ ദാറ്റ്. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളുക, ഏത് ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടാലും ആ ക്വസ്റ്റ്യൻ പേപ്പറിലൂടെ 4-5 പ്രാവശ്യം കടന്നു പോകാൻ പറ്റട്ടെ പരീക്ഷാ ടൈമിൽ. അപ്പോൾ നമുക്ക് ടഫ് ക്വസ്റ്റ്യൻസ് എലിമിനേറ്റ് ചെയ്യുകയും നമ്മുടെ ടൈമിംഗ് നോക്കിക്കൊണ്ട് നമ്മൾ കൃത്യതയോടെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ ശ്രമിക്കുകയോ ചെയ്യുക. ഇതാണ് ഇന്നത്തെ ഈ ഒരു പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മളെടുത്ത് സോൾവ് ചെയ്യാനുള്ള കാരണം അത് തന്നെയാണ്. ഓക്കെ അല്ലേ? ഇനി നമ്മൾ പറഞ്ഞു വരുന്നത്, ഇന്ന പാരലൽ റെസൊണൻസ് സർക്യൂട്ട്, വൈ ഡസ് ദ കറണ്ട് ലാഗ്സ് ബിഹൈൻഡ് ദ സോഴ്സ് വോൾട്ടേജ് അറ്റ് ഫ്രീക്വൻസി ബിലോ റെസൊണൻസ്. വളരെ സിമ്പിളാണ്. നമ്മൾ പറഞ്ഞു വരുന്നത് അഡ്മിറ്റൻസ് ആണ്. അഡ്മിറ്റൻസ് ആകുന്ന സമയത്ത് ഈ പറഞ്ഞു വന്ന സി ഒമേഗ ഉണ്ട്. ഇവിടെയാണ് 1/L ഒമേഗ, ഇത് 1/R. അഡ്മിറ്റൻസിന്റെ ബേസിൽ നമ്മൾ പാരലൽ റെസൊണൻസ് ആണ് പറഞ്ഞേക്കുന്നത്. എല്ലാം നമുക്കറിയാം എങ്ങനെയാണുള്ളത്. ഇത് ജി, ഇത് 1/L ഒമേഗ സി ഒമേഗ എന്നായിരിക്കും. ശരി, അല്ലെങ്കിൽ 1/R എന്നായിരിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ 1/R പ്ലസ് എ ഇൻറ്റു സി ഒമേഗ മൈനസ് 1/L ഒമേഗ. അപ്പോൾ ഒമേഗയുടെ വാല്യൂ ഒമേഗ 0യേക്കാൾ താഴെ ആയിരിക്കും സമയത്ത് ആരായിരിക്കും ഹൈ, എൽ ഒമേഗ ആയിരിക്കും. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അത് ബിക്കോസ് സർക്യൂട്ട് ഈസ് പ്രിഡോമിനന്റ്ലി ഇൻഡക്റ്റീവ്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ആൻസർ കിട്ടി. ഇനി ഇംപെഡൻസ് പാരാമീറ്റേഴ്സ് ഗിവൺ ബൈ ആർ ആർ ആർ, എല്ലാ ആർ വന്നിട്ടുണ്ട്. ഇംപെഡൻസ് പാരാമീറ്റേഴ്സ് നമ്മൾ എപ്പോഴും എടുക്കുന്ന ഏത് വെച്ചിട്ടാണ്, നമ്മുടെ ഈ നെറ്റ്വർക്ക് വെച്ചിട്ടാണ്. അതൊരു നമുക്ക് എളുപ്പത്തിൽ ആൻസർ ചെയ്യാൻ വേണ്ടിയുള്ളൊരു മാർഗമാണ്. നമ്മൾ എന്ത് പറഞ്ഞേക്കുന്നത്,
ഈ പറഞ്ഞ ഇമ്പിഡൻസ് പാരാമീറ്റേഴ്സ് വരുന്ന സമയത്ത് നമുക്കറിയാം ഈ നെറ്റ്വർക്കിലേക്ക് ഏതെങ്കിലും രീതിയിൽ എത്തിക്കാൻ പറ്റിയാൽ നമുക്ക് വിത്തിൻ സെക്കൻഡ് ആൻസർ പറയാം. നമുക്കറിയാം ഇത് ZA ആണ്, ഇത് ZB ആണ്, ഇത് ZC ആണെങ്കിൽ ZA പ്ലസ് ZC, ZB പ്ലസ് ZC, ഇത് ZC. ഇവിടുത്തെ ടൈമാണ് വരുന്നത്. ഇതായിരിക്കും നമ്മുടെ Z പാരാമീറ്റർ. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ പറഞ്ഞ ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ZAയും ZBയും 0 ഓമായി 0 ഓമായി. ഈ കേസിൽ ഈ പറഞ്ഞ ZC എന്തായി 6 ആയി. അങ്ങനെ ആകുമ്പോൾ ഈ ടേം എല്ലാം എന്തായി മാറും? ZCയുടെ ബേസിൽ 6 6 6 6. ഇതിൻ്റെ ആൻസർ വരുന്നതായിരിക്കും ഇതായിരിക്കും. അതാണ് ഇതിൻ്റെ മാർഗം. ഇത് കണ്ടാൽ അറിയാം ഇതിനെന്തുണ്ടാവില്ല. ഇത് ശരിക്കും പൈ നെറ്റ്വർക്കായിട്ടാണ്. ഇത് 1/r എടുക്കും, ഇത് 0 മോ 1/r മോ 0 മോ എന്നിട്ട് ഈ അഡ്മിറ്റൻസിന്റെ ടേംസിലായതുകൊണ്ട് ഇതിന്റെ എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? Y പാരാമീറ്റേഴ്സ് കിട്ടും, ഡയറക്റ്റ് കണ്ടുപിടിക്കാൻ പറ്റും. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇതിന്റെ ശരിക്കും ആൻസർ ചെയ്താൽ എന്ത് കിട്ടും? 2R R 2R 2R. ശരിയല്ലേ? ഇനി ഇതിന്റെ അഡ്മിറ്റൻസ് കണ്ടുപിടിക്കാൻ ശ്രമിച്ചാൽ ഇവിടെ നമ്മൾ അഡ്മിറ്റൻസ് Y പാരാമീറ്റേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഈ കേസിൽ Y പാരാമീറ്റേഴ്സ് ഉള്ളെന്ന് പറയേണ്ടി വരും ഇതിനും ഈ കേസിനേക്കും. നമ്മൾ ചെയ്തിട്ടുണ്ട് ഇതെല്ലാം ക്ലാസ്സിൽ. അപ്പോൾ എനിവേ ഒരു കാര്യമുണ്ട്, ഇതിൻ്റെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതേ ഉള്ളൂ. ഇതെല്ലാം നമുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നല്ല ക്വസ്റ്റ്യൻസ് ആണ്. ഇതൊന്നും ഒരു പ്രശ്നമില്ല. പക്ഷെ മുമ്പത്തെ ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, ആ തെവനിയൻ ഇക്വലന്റ്, അത് നിങ്ങൾ ചെയ്യാൻ പോയാൽ ഇറ്റ് വിൽ ടേക്ക് ടൈം. അല്ലെങ്കിൽ അതും മാത്രമല്ല, നിങ്ങൾക്ക് കാൽക്കുലേഷന് നല്ല സ്പീഡ് ഉണ്ടായിരിക്കണം. ഞാൻ നിങ്ങളോട് പറയുന്നത് വെച്ചാൽ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് നല്ലതുപോലെ സ്പീഡാക്കി പോയില്ലെങ്കിൽ നമുക്ക് ആൻസർ കിട്ടില്ല. ഇത് ഈ ക്വസ്റ്റ്യൻ ഇത് ഡേഞ്ചറാണ്. കാണുമ്പം വളരെ കപ്പാസിറ്റൻസ് ഒക്കെയാണ്, വളരെ സിമ്പിളായിട്ട് ഇക്വലന്റ് കപ്പാസിറ്റൻസ് ഓഫ് ദ നെറ്റ്വർക്ക് അക്രോസ് AB ആണ്. അതാണ് ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് പറയേണ്ടത്. അക്രോസ് AB, ഈ ABക്ക് അക്രോസ് ഉള്ള ഇക്വലന്റ് കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കണം. അപ്പം നമ്മൾ നോക്കിയാൽ പ്രത്യേകിച്ച് ഒരു കാര്യം കാണാം. ഇവിടെ നമുക്ക് പാരലാണ് ഇത് രണ്ട്, ശരിയല്ലേ? അപ്പം നമുക്ക് ഒരു ഇതിൻ്റെ പടം ഒന്ന് മാറ്റി വരച്ചാൽ ഈ പറയുന്ന എത്രയായി? 0.5 ആയി. രണ്ടും പാരലായതുകൊണ്ട്, സോറി 0.5 അല്ല, രണ്ടും പാരലായതുകൊണ്ട് രണ്ടും ആഡ് ചെയ്യാണ്. 2 ഫാരഡ് 1 മൈക്രോഫാരഡ് 2 മൈക്രോഫാരഡ്. ക്ലിയർ ആണ്? എന്നിട്ട് നമുക്ക് അത് ഇങ്ങോട്ട് ഈ ലൈൻ ഇത് രണ്ടും കൂടെ ചേർത്ത് ഒറ്റ ലൈനാക്കി. അപ്പം ഇത് ഇങ്ങോട്ടേക്ക് ഈ പോയിന്റ് ഇവിടെ വന്നു, ശരിയല്ലേ? ഇങ്ങോട്ടേക്ക് പോകുന്നു. അങ്ങനെ വരുമ്പോൾ ആ പോയിന്റാണിത്. അപ്പോൾ അവിടെ ഒരു കപ്പാസിറ്റൻസ് ഈ 1 മൈക്രോഫാരഡ് ഉണ്ട്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇപ്പോൾ ഈ പോയിന്റാണ് ചർച്ച ചെയ്യുന്നത്. ഈ പോയിന്റ് ഇങ്ങോട്ടേക്ക് പോകുന്നു, ശരിയാണോ? കാരണം രണ്ടും ഒരേ പോയിന്റാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഇത് രണ്ടും പാരലാണ്. അപ്പോൾ അത് പാരലാകുമ്പം അതും എത്ര കിട്ടി? 2 മൈക്രോഫാരഡ്. കപ്പാസിറ്റൻസ് പാരലായിട്ട് വരുമ്പോൾ ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനിയും 1 ഫാരഡ്. ഇവിടെ വരെ ക്ലിയർ ആണ്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഇത്രയും നിങ്ങൾ വരച്ചു കഴിഞ്ഞാൽ ഇപ്പോഴും നിങ്ങൾക്ക് സൊല്യൂഷൻ ഉണ്ടാകാൻ ഒരു മാർഗവുമില്ല. കാരണം ഇവിടെ ഈ പറയുന്ന 1 ഫാരഡ് ഇൻറ്റു 1 ഫാരഡ് ഈസ് ഈക്വൽ ടു 2 ഫാരഡ് ഇൻറ്റു 2 ഫാരഡ് ആയിരുന്നെങ്കിൽ വീസ്റ്റേൺ ബ്രിഡ്ജ് അപ്ലൈ ചെയ്യണം. അങ്ങനെ വലത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നെങ്കിൽ ഇത് വളരെ എളുപ്പമായിരുന്നു. എന്നാൽ ഈ ക്വസ്റ്റ്യൻ വീസ്റ്റേൺ ബ്രിഡ്ജ് അല്ല. അങ്ങനെയാകുമ്പോൾ ഒരു കാര്യം ചെയ്തേ പറ്റുള്ളൂ, ഇതിലേതെങ്കിലും ഒന്നിനെ സ്റ്റാർ ഡെൽറ്റ കൺവേർഷൻ ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ നമ്മൾ സ്റ്റാർ, ഈ സ്റ്റാറിനെ ഡെൽറ്റയാക്കി മാറ്റും. അങ്ങനെ മാറിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്നത് എങ്ങനെയായിരിക്കും ഒരു പടം ചോദിച്ചാൽ, ഡെൽറ്റ ആയതിനു ശേഷമുള്ള ഇതാണ് CA, ഇത് CB, ഇത് CC. അപ്പം നമ്മൾ പറഞ്ഞു വരുന്നത് CA എന്ന് പറഞ്ഞ വാല്യൂ ഉണ്ട്. അത് കഴിഞ്ഞ് വരാൻ പോകുന്നത് ഇവിടെയാണ്. ഇനി ഇത് രണ്ടും കൂടെ 1 മൈക്രോഫാരഡ് സീരീസ് ആകുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് പറയാം? ഒറ്റ ഒരെണ്ണമായിട്ട് പറയാം.
0.5 മൈക്രോഫാരഡ്. സീരീസ് ആകുമ്പം പകുതിയാവും. അപ്പോൾ ഇത് മാറ്റി നമ്മൾ 0.5 മൈക്രോഫാരഡ് ആക്കി. ഇനി ഇവിടെ എന്തുണ്ട്? 2 മൈക്രോഫാരഡ് ഉണ്ട്, ഇവിടെ 1 മൈക്രോഫാരഡ് ഉണ്ട്. ഇനി അറിയേണ്ട ഈ മൂന്നെണ്ണത്തിൻ്റെ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇക്വലൻ്റ് കണ്ടുപിടിക്കണം. ഇക്വലൻ്റ് കണ്ടുപിടിക്കുന്ന സമയത്ത് നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ ശരിക്കും ചെയ്യുന്ന സമയത്ത് നമുക്കൊരു പേജിലോട്ട് ചെയ്താൽ നമുക്കറിയാം, ഈ പറയുന്ന RB RC ആണെങ്കിൽ ഇവിടുത്തെ വാല്യൂ നമ്മൾ പറയുന്നത് ഇത് R1 ആണെങ്കിൽ നമുക്ക് എന്താ പറയാം? RA പ്ലസ് RB പ്ലസ് RB ഡിവൈഡഡ് ബൈ RC. ഇങ്ങനെയാണ് ഇക്വേഷൻ, ശരിയല്ലേ? അപ്പോൾ ഇത് കപ്പാസിറ്റൻസ് ആയാലോ? കപ്പാസിറ്റൻസ് ആയാൽ നമുക്ക് പറയാം ഇത് C1, ഇത് C2, ഇത് C3. ഇവിടെ ഈ വാല്യൂ CA. അങ്ങനെയാണെങ്കിൽ 1/CA ഈസ് ഈക്വൽ ടു 1/C1 ഇവിടുത്തെ വാല്യൂ പ്ലസ് 1/C2 പ്ലസ് 1/C1 ഇൻറ്റു 1/C2 ഡിവൈഡഡ് ബൈ 1/C3. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ എഴുതാൻ കാരണം വെച്ചാൽ ഇവിടെ ഇമ്പിഡൻസിന്റെ ബേസിലാണ് അല്ലെങ്കിൽ റെസിസ്റ്റൻസിന്റെ ബേസിൽ എഴുതിയേക്കുന്നത്. അപ്പോൾ കപ്പാസിറ്റൻസ് ആകുമ്പോൾ 1/ൽ വേണം എഴുതാൻ. എല്ലാം ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ക്ലിയർ അല്ലേ? അപ്പോൾ ഇവിടെ വീണ്ടും നമുക്ക് നോക്കാം. അപ്പോൾ ഈ പറഞ്ഞു വന്ന 1 മൈക്രോഫാരഡ് ഉണ്ട്. ഈ CA ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. നമുക്ക് ഇക്വേഷൻ എഴുതാം. 1/CA ഈസ് ഈക്വൽ ടു ഇവിടുത്തെ വാല്യൂ കണ്ടുപിടിക്കാൻ പോകുന്നത് 1/1 പ്ലസ് മൈക്രോയുടെ കാര്യം വിട്ടുകളയാം 1/2 പ്ലസ് 1/1 ഇൻറ്റു 1/2 ഡിവൈഡഡ് ബൈ ഈ വാല്യൂ 1/1. അപ്പോൾ ഇവിടുന്ന് 1/1 1/2 വീണ്ടും ഒരു 1/2 2 എന്ന് കിട്ടി. അപ്പോൾ CAയുടെ വാല്യൂ എത്ര കിട്ടി? 0.5. അപ്പോൾ ആദ്യത്തെ വാല്യൂ 0.5 മൈക്രോഫാരഡ്. ഇനി ഇവിടുത്തെ വാല്യൂ കണ്ടുപിടിക്കണം. ഇവിടുത്തെ വാല്യൂ കണ്ടുപിടിക്കുന്ന സമയത്ത് നമുക്ക് നോക്കിയറിയാം, ഇതാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. CB 1/CB ഈസ് ഈക്വൽ ടു ഈ പറയുന്ന CB കണ്ടുപിടിക്കുന്ന സമയത്ത് ഈ രണ്ട് റെസിസ്റ്റൻസ് ആവട്ടെ 1/1 പ്ലസ് 1/1 പ്ലസ് 1/1 പ്ലസ് ഇൻറ്റു 1/1 ഡിവൈഡഡ് ബൈ 1/2. അപ്പം 1 1 2 ആയി. ഇത് 1/2 തിരിഞ്ഞ് വരുമ്പോൾ 2 ആയി. അപ്പോൾ 4 കിട്ടി. അപ്പോൾ CB എത്ര കിട്ടുമെന്ന് വെച്ചാൽ 1/4 കിട്ടി. ഓക്കെ ആണോ? അപ്പോൾ ഇത് 1/4 മൈക്രോഫാരഡ് കിട്ടി. അതേപോലെ തന്നെ ഇത് നിങ്ങൾ നോക്ക്, ഇത് ഈ വാല്യൂ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇത് 1/2 വീണ്ടും ഇതേ ഇക്വേഷൻ തന്നെയാണ് വരുന്നത്. 1/CAയുടെ അതേ ഇക്വേഷൻ. കാരണം ഇവിടെ 1ഉം 2 ആ സമയത്ത് C കണ്ടുപിടിച്ചത്. അതേപോലെ തന്നെയാണ് ഇവിടെയും 1ഉം 2 ആണ് വരുന്നത്. അതുകൊണ്ട് അത് വേണമെങ്കിൽ നമുക്ക് ഇതേപോലെ തന്നെ CAയുടെ വാല്യൂ എഴുതാം. എത്രയാണ്? 0.5. അപ്പം നമുക്ക് ഈ പറഞ്ഞ വാല്യൂ എത്ര എഴുതാം? 0.5. ഇത്രയും വരെ ക്ലിയർ ആണ്. ഇനിയും ഇവിടെ വരെ പറഞ്ഞ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ബാക്കിയുടെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഇക്വലന്റ് കപ്പാസിറ്റൻസ് CAB എന്ന് പറഞ്ഞാൽ ഇത് 0.5 ആണ്. 0.5 പ്ലസ് ഇതിൻ്റെ ഈക്വലന്റ് എന്ന് പറഞ്ഞാൽ എത്രയാണെന്നറിയോ? 1/4. ഇത് രണ്ടും പാരലാണ്. അപ്പോൾ ആഡ് ചെയ്തെഴുതി ഇൻറ്റു, കാരണം ഇത് രണ്ടും സീരീസ് ആണ്, ഇത് രണ്ടും പാരലാണ്. അപ്പം 0.5 അല്ലെങ്കിൽ 1/2 പ്ലസ് 1 ഡിവൈഡഡ് ബൈ 1/4 പ്ലസ് 2 ഇൻറ്റു 1/2 പ്ലസ് 1 പ്ലസ് ഈ ഒരു 0.5 ഉണ്ട്. ഇവിടെ വരെ ഓക്കെ ആണോ? അപ്പോൾ ഈ വാല്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കണം. അതെത്രയാണെന്ന് ചോദിച്ചാൽ 1/4 പ്ലസ് 2 എന്ന് പറഞ്ഞാൽ 9/4 എന്ന് എഴുതാം. ക്ലിയർ ആണോ? 1/2 പ്ലസ് 1 എന്ന് എഴുതിയാൽ ഇൻറ്റു 3/2 ഇത് കാണുന്നുണ്ട്. പ്ലസ് 9/4 പ്ലസ് ഇവിടെ പ്ലസ് ആണ് 3/2. ഇതും 4ലോട്ട് മാറ്റുകയാണെങ്കിൽ 6/4 എന്നായി. ഇത് 6/4. ആഡ് ചെയ്തെഴുതിയാൽ വീണ്ടും 9/4 ഇൻറ്റു 6/4 ഡിവൈഡഡ് ബൈ
ഇത് 4 താഴെ തന്നെ 15 കിട്ടി. 9ഉം 6 ആഡ് ചെയ്തപ്പോൾ ഈ 4ഉം ഈ 4 വെട്ടിപ്പോയി. ഈ 15ഉം 6 വെട്ടിപ്പോകുമ്പോൾ 2 ഉണ്ട്, 5 ഉണ്ട്. ഈ 4ഉം ഈ 2 വെട്ടിപ്പോയി. അപ്പം 2 ഇവിടെ വന്നു. 2ഉം 5 ചേർന്ന് 0.9 കിട്ടും. ഈ 0.9ഉം ഈ 0.5ഉം 0.5 ആഡ് ചെയ്താൽ 1.9 മൈക്രോഫാരഡ്. ഇനിയും ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളവൻ ഈ പരീക്ഷ പൊട്ടിയിട്ടുണ്ടാവും, ഉറപ്പാണ്. കാരണം എന്നാ പറയുന്നത്, ഇവന്റെ അധോഗതി എന്ന് പറഞ്ഞാൽ മതി. ഈ പറയുന്ന ക്വസ്റ്റ്യൻ എഴുതാൻ പോയിട്ടുണ്ടെങ്കിൽ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്, ഇത് എലിമിനേറ്റ് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ, ഈ ക്വസ്റ്റ്യൻ ഞാൻ ചെയ്യില്ല എന്ന് ഉറപ്പിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ ഡേഞ്ചർ ബിസ്ക്കറ്റിലാണ്. കാരണം ഈ പറഞ്ഞ ഇത്രയും കാൽക്കുലേഷൻ ചെയ്ത് ഇത് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇപ്പൊ തന്നെ കണ്ടു എത്ര സെക്കൻഡ് എടുക്കും അല്ലെങ്കിൽ എത്ര മിനിറ്റ് എടുക്കുന്നുള്ളത്. അപ്പോൾ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻ ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കരുതെന്ന് ഞാൻ പറയുള്ളൂ. ഇതൊക്കെ അട്ടർ ഫെയിലിയറാണ്. അതും പ്രത്യേകിച്ച് ആ വാല്യൂ പോലും അത്ര എളുപ്പമുള്ളതല്ല. നമ്മൾ ഗേറ്റ് എക്സാമിനേഷൻ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, വളരെ രസകരമായിട്ട് ഏതെങ്കിലും ഒരു ട്വിസ്റ്റ് ഉണ്ടാവും. ട്വിസ്റ്റ് കണ്ടെത്താൻ ആൻസർ കിട്ടൂല. പക്ഷേ അവർ കാൽക്കുലേഷനിൽ കൊടുക്കുന്ന വാല്യൂസ് ഉണ്ടല്ലോ, ഈവൻ ഇഫ് യു ആർ ഗോയിങ് ഫോർ എ കറക്റ്റ് ആൻസർ, യു വിൽ ഗെറ്റ് ആൻസർ സംവാട്ട് എന്നാ പറയുന്നത് ഈസി. അതിനുള്ള ഒരു ട്വിസ്റ്റ് അല്ലെങ്കിൽ അതിനുള്ളൊരു മാർഗം അവർ വെച്ചിട്ടുണ്ടാവും. ഇവിടെ അതുമില്ല. ഇവിടെ ഈ പറയുന്ന ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയാം, ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കിയ ആള് ഇത് ചെയ്തു നോക്കിയിട്ടില്ല. ഇത് ചെയ്തു നോക്കിയിട്ടുള്ള ഒരാൾ ഈ ക്വസ്റ്റ്യൻ എടുത്തിട്ടില്ല. അല്ലെങ്കിൽ ഇത് പഠിച്ച പയ്യൻ തോക്കട്ടെ എന്ന് അവർ വിചാരിച്ചിട്ടുണ്ടാണ്. അങ്ങനെ ഒരിക്കലും അതിന് ചാൻസ് കാണുന്നില്ല. അല്ലെങ്കിൽ ഇത് എലിമിനേറ്റ് ചെയ്യാൻ നിങ്ങൾ ശ്രമിച്ചില്ലെങ്കിൽ, നിങ്ങൾ മനസ്സിലാക്കി ഇത്രയും കാൽക്കുലേഷൻ വരുന്നുണ്ട്, ഇതെനിക്ക് ചെയ്യണ്ടെന്ന് മനസ്സിലാക്കാനുള്ള വിവരം ഇല്ലെങ്കിൽ, യു ആർ എ ഫെയിലിയർ. നീ തീർന്നെന്ന് പറയുന്നവരാണ്. ശരിയല്ലേ? അപ്പൊ ഇതാണ് ശരിക്കും ഈ ക്വസ്റ്റ്യന്റെ ഡേഞ്ചറുകൾ വരുന്നത്. വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. കാരണം പരീക്ഷാ ഹാളിലോട്ട് കയറുന്ന സമയത്ത് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ അല്ല കാണുന്നത്, 100 ക്വസ്റ്റ്യനോട് അല്ലെങ്കിൽ 90 ക്വസ്റ്റ്യനെ 90 മിനിറ്റിനുള്ളിൽ കാണാൻ തുടങ്ങും. ആ സമയത്താണ് ഇങ്ങനെയുള്ള കലാപരിപാടികൾ നടക്കുന്നത്. നടക്കാത്ത പ്രശ്നങ്ങളാണ്, അല്ലെങ്കിൽ വളരെ വളരെ ഡേഞ്ചറാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു 1.5 മിനിറ്റ് പോയിട്ട് ഇത് സത്യം പറഞ്ഞാൽ കൃത്യം പറഞ്ഞാൽ ഒരു 10 മിനിറ്റ് ചെയ്താൽ പോലും ഇത് ആൻസർ കിട്ടില്ല. മുമ്പത്തെ ക്വസ്റ്റ്യൻ ആണെങ്കിലും ഞാൻ ഈ പറയുന്നത് ഈ ക്വസ്റ്റ്യൻ ഇതിന് നിങ്ങൾക്ക് ഒരു 5 മിനിറ്റ് എടുക്കും. ഞാൻ പരീക്ഷകളിൽ വെച്ചാണ് പറയുന്നത്. ഒരു 3 to 5 മിനിറ്റ്സ് എന്തായാലും, ഇനി എത്ര എക്സലന്റ് ആയാലും ഒരു 3 മിനിറ്റ്സ് വരെ എടുക്കാൻ ചാൻസ് ഉണ്ട് ഈ ക്വസ്റ്റ്യൻ. അതേപോലെ തന്നെ നമ്മൾ, കാരണം ഒറ്റ ക്വസ്റ്റ്യൻ അല്ല ചെയ്യുന്നത്, ഇതിനും എടുക്കും ഒരു 3 to 5 മിനിറ്റ്സ്. ഞാൻ മാക്സിമം ആയിട്ട് എടുത്താൽ 20 മിനിറ്റ്സ് ഈ 3 ക്വസ്റ്റ്യൻ വേണ്ടി പോകും. ദാറ്റ് ഈസ് എ ഹ്യൂജ് ഡേഞ്ചർ. നിങ്ങൾ നെറ്റ്വർക്ക് പഠിച്ചു എന്ന് പറയുന്നതിലല്ല, നെറ്റ്വർക്ക് കയറി സോൾവ് ചെയ്തതിന് മുമ്പ് എനിക്ക് പറ്റിയ ക്വസ്റ്റ്യൻ ആണെന്ന് അറിഞ്ഞിട്ട് മാത്രം സോൾവ് ചെയ്യാം. ഓക്കെ അല്ലേ? അപ്പൊ എനിവേ കാര്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്കൊക്കെ പോകാം. അപ്പൊ ഇവിടം വരെ മനസ്സിലായി, ഇത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ക്വസ്റ്റ്യൻ, കട്ട ഡേഞ്ചർ ക്വസ്റ്റ്യൻ. കാരണം കപ്പാസിറ്റർ ആണ്, ഇക്വലന്റ് എനിക്ക് അറിയാവുന്നതൊക്കെ പറയാനുണ്ടല്ലോ, വളരെ സിമ്പിളാണ്. പക്ഷെ കിട്ടാൻ ആൻസർ കിട്ടാൻ ഇച്ചിരി പാടുപെടും. എനിവേ അടുത്ത നമ്മൾ പറഞ്ഞു വരുന്നത് വിയും ഐയുടെ ചേർന്ന് പവർ ഫാക്ടർ കണ്ടുപിടിക്കാനാണ്. പവർ ഫാക്ടർ നമുക്കറിയാം എന്താണ്, വിയുടെയും ഐയുടെ ആംഗിളാണ്. ഒന്ന് +30 ഒന്ന് -16 ആയതുകൊണ്ട് 90 ഡിഗ്രി വരും. കോസ് 90 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 0 കിട്ടും. അപ്പോൾ ആൻസർ 0 കിട്ടും. ഇതൊക്കെ നമുക്ക് എന്താ പറയുന്നത് 90 സെക്കൻഡ് അല്ലെങ്കിൽ ഒരു PSC ക്വസ്റ്റ്യൻ തന്നെയാണ്. പക്ഷേ ഇതൊരിക്കലും ഒരു PSC ക്വസ്റ്റ്യനും അല്ല, ഗേറ്റ് ക്വസ്റ്റ്യൻ പോലും അല്ലെന്ന് ഞാൻ പറയുള്ളൂ. കാരണം ഗേറ്റ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ അവന്മാർ ഒന്ന് വീസ്റ്റൺബർഗ് ആക്കിയിട്ടുണ്ടാവും ഇത്, അല്ലെങ്കിൽ കാൽക്കുലേഷൻ സിമ്പിൾ ആക്കാനുള്ള മാർഗ്ഗമെങ്കിലും അവർ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഈ പറയുന്ന, ഞാൻ ഉദാഹരണം പറയാം, ഗേറ്റ് പരീക്ഷയ്ക്കാണ് ഇതിൽ നിന്നെങ്കിൽ ഉറപ്പിച്ച് ഞാൻ പറയുന്നു, അവിടെ അവര് ക്വസ്റ്റ്യന്റെ മാക്സിമം ടൈം നോക്കി ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരാൾ നശിക്കരുതെന്ന് നിർബന്ധമുണ്ട്. അല്ലെങ്കിൽ വെറുതെ ഒരു ക്വസ്റ്റ്യൻ എടുത്തിട്ട് ഇതങ്ങ് ചെയ്തോളാൻ പറയുന്നതല്ല. ദേ വിൽ തിങ്ക് അബൌട്ട് ദാറ്റ്. ഇഫ് ഒരു സ്റ്റുഡന്റ് അതിന് വേണ്ടി സ്പെൻഡ് ചെയ്താൽ ഒരു മോർ ദാൻ ഒരു 10 മിനിറ്റ്സ് കൊണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ എളുപ്പമാക്കാം, അല്ലെങ്കിൽ വേറൊരു എളുപ്പമാർഗം അതിനകത്ത് വെച്ചിട്ടുണ്ടോ എന്നുള്ളത് അവർ ചെക്ക് ചെയ്യാറുണ്ട്. എനിക്ക് തോന്നുന്നില്ല ഈ പറയുന്ന ക്വസ്റ്റ്യൻ പേപ്പർ പരീക്ഷ ഇട്ട ആൾ അങ്ങനെ ചെയ്തിട്ടുണ്ടോ. എനിവേ എല്ലാം പരീക്ഷകളാണ്, ചില സമയത്ത് മുഴുവനും ചെയ്യാൻ പാടില്ലല്ലോ. പക്ഷെ എങ്കിലും ഞാനൊരു കാര്യം പറയാം, നമ്മൾ ഒരു ക്വസ്റ്റ്യനിൽ ഒത്തിരി കാൽക്കുലേഷനിൽ ഒത്തിരി ട്വിസ്റ്റ് ഉണ്ടാക്കുന്നതിൽ ഐ എം നോട്ട് തിങ്ക് സോ ദാറ്റ്സ് എ ഗുഡ് ഫോർ അവർ സ്റ്റുഡൻസ്. എന്താ പറയുക, നമ്മൾ മെന്റലി ചെക്ക് ചെയ്യുന്നത് ഹൗ മച്ച് കേപ്പബിൾ ടു നോ അബൌട്ട് ഹിസ് എന്നാ പറയുന്നത് എഞ്ചിനീയറിംഗ് നോളജ്. ഇപ്പൊ എഞ്ചിനീയറിംഗ് കോളേജിൽ കയറുന്ന ഒരാൾക്ക് കാൽക്കുലേഷൻ അല്ല മെയിനായിട്ട് വേണ്ടത്, യഥാർത്ഥത്തിൽ പറഞ്ഞ എഞ്ചിനീയറിംഗ് നോളജാണ് കൂടുതൽ വേണ്ടത്. അപ്പം എനിവേ ഇതെല്ലാം അപ് ടു നമ്മുടെ കേരള PSC ആണ്. അപ്പൊ അവർ ഡിസൈഡ് ചെയ്തിട്ട് എനിവേ നമ്മളിത് എന്തായാലും
വ്യക്തമായിട്ട് മനസ്സിലാക്കിക്കൊള്ളുക. ഇന്നത്തെ കാലത്ത് PSC എക്സാമിനേഷന് ദേ ആർ തിങ്കിങ് ദാറ്റ് ഹൗ ക്യാൻ യു എലിമിനേറ്റ് ദി ക്വസ്റ്റ്യൻസ്. ദാറ്റ് ഈസ് ദ മെയിൻ തിങ് ഐ തിങ്ക് യു നീഡ് ഇറ്റ് ഫോർ യുവർ എക്സാമിനേഷൻ. അപ്പോൾ എനിവേ നമുക്ക് ബാക്കിയുള്ള പോർഷൻസ് കൂടെ നമുക്ക് സോൾവ് ചെയ്യാം. ടേക്ക് കെയർ, ബൈ, താങ്ക് യു.